الله أكبر الله أكبر لا إله إلا الله. الحمد لله وحده والصلاة والسلام على من لا نبي بعده وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. عباد الله، أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. വിശ്വാസികളെ, സർവശക്തനായ റബ്ബ് തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ് മസ്തതാഅതു. സഹോദരന്മാരെ, റമളാനിന്റെ രാപ്പകലുകൾ, അനുഗ്രഹീതമായ റമളാനിന്റെ രാപ്പകലുകൾ നമ്മോട് വിട പറഞ്ഞു. അവ മൂലം വിജയം കൈവരിച്ചവരുണ്ട്, പരാജയപ്പെട്ടവരുണ്ട്, നരകമോചനം ലഭിച്ചവരുണ്ട്. വിജയകിരീടം ആർക്കാണ് ലഭിച്ചത്, ആരാണ് പരാജയപ്പെട്ടത് എന്ന് നമുക്കറിയില്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, റമളാനിന്റെ അവസാനത്തിൽ മൻ ഹാദൽ മഖ്ബൂലു മിന്നാ ഫനുഹന്നിയഹു, ആരാണ് വിജയം വരിച്ചവൻ എന്ന് നമുക്ക് അറിയാമായിരുന്നെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് അഭിനന്ദിക്കാമായിരുന്നു. വമൻ ഹാദൽ മഅറൂമു മിന്നാ ഫനുഅസ്സിയഹു, ആരാണ് പരാജയപ്പെട്ടവൻ എന്ന് നമുക്കറിയാമായിരുന്നെങ്കിൽ അവനെ നമുക്ക് ആശ്വസിക്കാമായിരുന്നു. എന്നാൽ വിജയം വരിച്ചവന് മംഗളം, തടയപ്പെട്ടവന്, വിജയം ലഭിക്കാതെ തടയപ്പെട്ടവന് അവൻ അല്ലാഹു ആശ്വാസം നൽകട്ടെ എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വിശദീകരിക്കണം കാണാം. എന്നിട്ട് അദ്ദേഹം ഓതുകയാണ്, വിജയം എന്ന് പറയുന്നത് ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, ആരാണോ നരകത്തിൽ നിന്ന് തെന്നിമാറി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് അവനാണ് ഏറ്റവും മഹത്തായ വിജയം വരിച്ചിട്ടുള്ളത്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ വിഭവം മാത്രമാണ്. സഹോദരന്മാരെ, ഇവിടെ ദുനിയാവിൽ വിജയം വരിക്കാനുള്ള ഏക മാനദണ്ഡം എന്ന് പറയുന്നത് ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ്. റമളാനിൽ മാത്രം ഇബാദത്ത് ചെയ്താൽ പോരാ, റമളാനിന്റെ ശേഷവും അതിസ്ഥിരമായി തുടർന്നു പോരുന്നതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. ആ ഇസ്തിഖാമത്തോടു കൂടി ആ ഇസ്തിഖാമത്തിൽ നിലകൊള്ളുകയും പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റുകയും ചെയ്തവരാണ് മഹാഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഫിത്നയുടെയും മുസീബത്തിന്റെയും ഒക്കെ ഘട്ടങ്ങളിൽ പ്രവാചകന്റെ സുന്നത്തിനെ മൃഗ പിടിച്ചുകൊണ്ട് നേരായ പാതാവിൽ
നിലകൊള്ളുന്നവനാണ് യഥാർത്ഥത്തിൽ വിജയം വരിച്ചവൻ എന്നുള്ള. സഹോദരന്മാരെ, അല്ലാഹു തആല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പദം ഇസ്തിഖാമത്ത് എന്നതാണ്. വളരെയധികം ചിന്തിക്കാനുള്ള. റമളാൻ എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രെയിനിങ് ക്യാമ്പാണ്. ആ ക്യാമ്പിൽ അവിടെ നടന്നിട്ടുള്ള ഒരു പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. ഈ ട്രെയിനിങ് കിട്ടി പരീക്ഷ എഴുതി മാത്രം പോന്നാ പോരല്ലോ, വീണ്ടും പ്രാക്ടീസ് നടത്തണം. എന്നാലേ അതുകൊണ്ടുണ്ടാവുന്ന ഉപകാരം ഉണ്ടാവുള്ളൂ. കുട്ടികളൊക്കെ നന്നായി പഠിച്ച് വായിച്ച് പരീക്ഷ ഹാളിൽ പോയി പരീക്ഷ എഴുതി വിജയിച്ചു, പിന്നെ ആ പുസ്തകം തുറന്നു നോക്കാതിരുന്നാൽ അവൻ പഠിച്ച എല്ലാ അറിവുകളും നഷ്ടപ്പെട്ടു പോകുന്നത് നാം കാണുന്നതാണ്. അല്ലേ? ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നല്ല മൂർച്ചയുള്ള ഒരു കത്തി നിങ്ങൾ വാങ്ങിയിട്ട് അത് നിങ്ങളുടെ പെട്ടിക്കകത്ത് പൊതിഞ്ഞു വെച്ചാൽ, ഉപയോഗിക്കാതെ പൊതിഞ്ഞു വെച്ചാൽ, കാലാന്തരത്തിലൂടെ ആ കത്തി തുരുമ്പ് പിടിക്കുകയും അതിൻ്റെ മൂർച്ച നഷ്ടപ്പെടുകയും ചെയ്യുന്ന കാഴ്ച നാം കാണും. ഇതേപോലെ തന്നെയാണ് റമളാൻ എന്ന മഹത്തായ ആ ക്യാമ്പ് നമുക്ക് ലഭിച്ചിട്ട് അതിൽ നിന്നൊരുപാട് പാഠങ്ങൾ നമുക്ക് ലഭിച്ചിട്ട് ആ പാഠങ്ങൾ പിന്നീട് ജീവിതത്തിൽ പകർത്താതെ പോയാൽ നമുക്കുണ്ടാവുന്ന നഷ്ടം ചില്ലറയല്ല സഹോദരന്മാരെ. ഒരു 2 നമസ്കാരക്കാരെ പറ്റി പണ്ഡിതന്മാർ പറയാറുണ്ട്. ഒരാള് പിന്നെ ആവേശത്തോടു കൂടി റമളാനിന്റെ ഖിയാമുല്ലയിലും തറാവീഹും എല്ലാ സുന്നത്ത് നിസ്കാരത്തിനും പള്ളിയിൽ തിക്കിത്തിരക്കി വരും. റമളാനാണ് കഴിഞ്ഞോടുകൂടി പിന്നെ അവൻ അല്പാൽപ്പം ഇങ്ങനെ പിന്തിരിയാൻ തുടങ്ങി. എന്നാൽ മറ്റ് ചില ആളുകൾ റമളാനായാലും അല്ലാത്ത സമയത്തും അയാൾ നിസ്കരിക്കേണ്ട തറാവിയും സുന്നത്ത് നിസ്കാരമൊക്കെ പതിവായിട്ട് റമളാനിൽ നിസ്കരിക്കും. റമളാൻ കഴിഞ്ഞാലും അയാൾ അത് കൈവിടിയില്ല. അങ്ങനെ ഈ ആവേശത്തോടു കൂടി വന്ന മനുഷ്യൻ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഓൻ പിന്നെ പള്ളിക്ക് തന്നെ വരാത്ത അവസ്ഥയാണ് നാം കാണുന്നത്. സഹോദരന്മാരെ, ഇവിടെ റമളാനിന്റെ രാവുകളിൽ തിക്കിത്തിരക്കി പള്ളിയിലേക്ക് വന്ന നാം എന്തുകൊണ്ട് പിന്നീട് ആ കർമ്മം നാം നിർവഹിക്കുന്നില്ല? ആ തഹജ്ജുദ് നമസ്കാരവും ആ ഖിയാമത്ത് ലൈലും ഒക്കെ പിന്നീടുമുണ്ടല്ലോ, പക്ഷെ അത് നാം എന്തുകൊണ്ട് നിർവഹിക്കുന്നില്ല? ഇവിടെ നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്, വലിയ പാഠം. മനുഷ്യൻ ശീലിക്കുന്ന ഈ ചെറിയ ചെറിയ ശീലങ്ങളാണ് അവന്റെ ബ്രെയിനിൽ ഒരു സ്ഥിരമായ പാത സൃഷ്ടിക്കുന്നത്. സ്ഥിരമായി ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അവന്റെ ബ്രെയിൻ അതനുസരിച്ച് ഇങ്ങനെ ചലിക്കാൻ വേണ്ടി അവനോട് കൽപ്പിക്കും. എന്നാൽ വളരെ എഫേർട്ട് എടുത്തിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ട് വലിയ കർമ്മങ്ങളാണ് ചെയ്യും മനുഷ്യൻ, പക്ഷേ അത് അതോടുകൂടി അവസാനിക്കും ചെയ്യും. ഈ രൂപത്തിലാവാൻ നാം ഒരിക്കലും പാടില്ല. നിങ്ങൾ കണ്ടില്ല സഹോദരന്മാരെ, മഴ വർഷിക്കുമ്പോൾ വെള്ളം പാറപ്പുറത്ത് ഇങ്ങനെ വീഴണം. ആ വെള്ളം ഇങ്ങനെ പാറപ്പുറത്ത് ഇങ്ങനെ വീഴുമ്പോൾ ആദ്യം ഒരാഴ്ച 2 ആഴ്ച ഒന്നും ഒരു മാറ്റം അവിടെ ഉണ്ടാവില്ല. ആ പാറക്കൊരു മാറ്റം, ഒരു കൂസലും ഉണ്ടാവില്ല. എന്നാൽ ഒരു മാസങ്ങൾ കഴിയുമ്പോൾ അത് ചെറിയ ചെറിയ ഓൾസായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാം. അവിടെ വർഷങ്ങൾ കഴിയുമ്പോഴോ ആ ഓൾസ് വലിയ ഓൾസായി കുണ്ടായി നിൽക്കുന്നത് കാണാം. ആ കുണ്ടിൽ വെള്ളം നിൽക്കുന്നതും കാണാം. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നമ്മുടെയൊക്കെ ഈ ദുനിയാവിൽ നാം ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, 2 റക്അത്ത് സുന്നത്ത് മതി. ആ 2 റക്അത്താണെങ്കിൽ ഒരു തഹജ്ജുദ് നിസ്കാരങ്ങൾ 3 റക്അത്താണ്, 1 റക്അത്താണ്, 5 റക്അത്താണ്, 7 റക്അത്താണ്. എന്താണോ നിങ്ങൾ പതിവായി ചെയ്യുന്നത്, സ്ഥിരമായി ചെയ്യുന്നത്, അതാണ് നമ്മെ നാം ആക്കി മാറ്റുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് അവൻ സ്ഥിരമായി ചെയ്യുന്ന ഈ മഴത്തുള്ളിയുടെ ശക്തി കൊണ്ടല്ല ആ പാറ തുളച്ച് വലിയ ഓൾസായത് ഉണ്ടായത്, മറിച്ച് ആ മഴവെള്ളം സ്ഥിരമായി കിട്ടിയത് കൊണ്ടാണ് അവിടെ ഓൾസ് ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നാം എപ്പോഴും എന്താവണം, ആവേശം മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളത്. അത് ചെറുതായാലും ഒരു വിദ്യാർത്ഥി അധ്യാപകനോട് ചോദിക്കാണ്, എനിക്ക് തസ്കിയത്തുൻ നഫ്സ് റമളാനിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് വളരെ ആവേശവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ റമളാനിലുള്ള മനുഷ്യനല്ല ഞാൻ ഇന്ന്. കാരണം എന്താ, എൻ്റെ മനസ്സിന് എന്തൊക്കെയോ ബാധിച്ചിരിക്കുന്നത്. അപ്പൊ തസ്കിയത്ത് അഥവാ ആത്മീയമായ ഒരു ഉയർച്ച എനിക്ക് ലഭിക്കാൻ എന്താണ് മാർഗം പണ്ഡിത എന്ന് ചോദിച്ചപ്പോ അധ്യാപകൻ പറഞ്ഞു കൊടുക്കാണ്, ഇഖ്തർ അമലൻ സ്വാലിഹൻ. ഒരു ചെറിയ പ്രവർത്തനം ഇത് തിരഞ്ഞെടുക്കാം, എന്തായിക്കോട്ടെ, ഒരു ചെറിയ പ്രവർത്തനം. അങ്ങനെ അതൊരിക്കലും ആ തിരഞ്ഞെടുത്തത് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഒഴിവാക്കാൻ പാടില്ല. 5 മിനിറ്റിന്റെ ദിക്ർ മതി, രാവിലെയും വൈകുന്നേരം ചെല്ലണ ആ അദ്കാർ സബാഹ് മതി.
അത് നീ പതിവായി ചെയ്യണം. അങ്ങനെ ഈ പണ്ഡിതനായ മാസങ്ങൾക്ക് ശേഷം കാണുകയാണ് അയാളുടെ ജീവിതത്തിൽ വലിയ മാറ്റം. അയാൾക്ക് മാനസാന്തരം വരികയാണ്. അയാളുടെ ചിന്തകൾ വളരെ വ്യക്തമാവുകയാണ്. അവരുടെ ജീവിതം തന്നെ പാടെ മാറ്റി മറിയുന്ന രൂപത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഇത് നമ്മെ പഠിപ്പിക്കണം എന്താ? മനുഷ്യൻ എന്ന് പറയുന്നത് കേവലം ആ ശരീരം മാത്രമല്ല, മറിച്ച് ആ ശരീരവും മനസ്സും ആത്മാവും കൂടിയതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ശരീരം കുറെ പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്യാണ്, ആത്മാവോ മനസ്സെന്താ ചെയ്യണത്? മനുഷ്യന്റെ ചിന്തകളെയും വികാരങ്ങളെയും ഇങ്ങനെ നിയന്ത്രിക്കുകയാണ്. ആത്മാവോ ഇതിനുള്ള ഈ പ്രവർത്തനത്തിനുള്ള അർത്ഥവും ദിശയും വേർതിരിച്ചു കൊടുക്കുകയാണ് ആത്മാവ് ചെയ്യണത്. അപ്പൊ സഹോദരന്മാരെ, ഈ ആത്മാവ് ദുർബലമായാൽ മനസ്സ് അസ്വസ്ഥമാകും. അപ്പൊ എപ്പോഴും ആത്മാവ് ശുദ്ധമായിരിക്കണം, അതിന് ശക്തി ലഭിക്കണം, അതിന് തസ്കിയത്ത് ലഭിക്കണം. അതാണ് വേണ്ടത്. അല്ലെങ്കിൽ എന്താ? മനസ്സ് അസ്വസ്ഥമാകും. മനസ്സ് അസ്വസ്ഥമായാൽ എന്തുണ്ടാവും? ആകെ പ്രവൃത്തികൾ, നാം ചെയ്യുന്ന പ്രവർത്തനമൊക്കെ പാന്താവിലാവും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് അതൊരു കണ്ണാടി പോലെയാണ്. ആ കണ്ണാടിയുടെ പ്രത്യേകത എന്താണ്? അഅ്മാലു സ്വാലിഹാത്ത്, നമ്മൾ ചെയ്യുന്ന നമസ്കാരങ്ങളും നോമ്പും സക്കാത്തും ഒക്കെ ആ പിന്നെ കണ്ണാടിക്കുള്ള പ്രകാശമാണ്. യഥാർത്ഥത്തിൽ അമൽ സ്വാലിഹ് മുഴുവൻ അതിനുള്ള പ്രകാശമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ പാപങ്ങൾ വരും. അത് ഈ കണ്ണാടിയിൽ പറ്റിപ്പിടിക്കുന്ന പൊടികളാണ്. ആ പൊടികളെ നിത്യം സ്ഥിരമായി നാം നമസ്കരിക്കുകയാണെങ്കിൽ, അത് സുന്നത്ത് നമസ്കാരമാവട്ടെ, ഐച്ഛികമാവട്ടെ, അല്ലാത്തതാവട്ടെ, ഏത് കർമ്മമാവട്ടെ, അത് സൽക്കർമ്മങ്ങൾ ആ പൊടി ഇങ്ങനെ തട്ടി നീക്കും. അങ്ങനെ ആകുമ്പോൾ ആ മനുഷ്യൻ എന്താവും? വലിയ കാര്യം ചെയ്ത വലിയ മനുഷ്യനായി മാറും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് ഈ ദുനിയാവിൽ റമളാൻ കഴിഞ്ഞാലും നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ പറയുന്ന ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും, അത് പറഞ്ഞാ പോരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാ പോരാ, സുമ്മസ്തഖാമു, അതനുസരിച്ച് സ്ഥിരമായി ആ തൗഹീദിന്റെ പാന്താവിൽ നിലകൊള്ളുകയും ചെയ്തവരാരോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് വിഷമിക്കേണ്ടതില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവരത്രേ സ്വർഗവാസികൾ, ഖാലിദീന ഫീഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവര് ആ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും. അവര് പ്രവർത്തിച്ചതിന്റെ പ്രവർത്തന ഫലം അവർക്ക് ലഭിക്കുന്നതാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയതുപോലെ ഒരു സഹാബിയോട്, സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹ് തഖഫിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, യാ റസൂലല്ലാഹ് കുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക, താങ്കൾക്ക് ശേഷം മറ്റൊരാളോടും ചോദിക്കേണ്ടി വരും, അങ്ങനെയുള്ള ഒരു വാക്ക്, ഒരു കാര്യങ്ങൾ പറഞ്ഞു തരൂ നബി എന്ന് പറഞ്ഞപ്പോ ഖാല, നബി അയാൾക്ക് പറഞ്ഞു, കുൽ ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. പോരാ, സുമ്മസ്തഖിം, പിന്നെ നീ യഥാർത്ഥ പാന്താവിൽ സ്ഥിരമായി ആ വിശ്വാസത്തിന്റെ മേഖലയിൽ നീ നിലകൊള്ളുകയും ചെയ്യണം എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ റമളാനും കഴിഞ്ഞാലും ആ റമളാനിൽ കിട്ടിയ പാഠങ്ങൾ മരണം വരെ നാം കൊണ്ടുപോകണം. എങ്കിലേ അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന പ്രയോജനം ഉണ്ടാവുള്ളൂ. അത്തരം മുത്തക്കയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇഖ്വാനി ഫില്ലാഹ്, ഉസീകും ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, ലോകത്ത് മഹാന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി വെച്ചിട്ടുള്ളതൊക്കെ ഈ ഇസ്തിഖാമത്തിന്റെ ഇതിൽ നിലകൊണ്ടവരാണ്. ഇതാണ് നാം ചരിത്രമല്ല ഇവിടെ മഹാന്മാരെ ഉണ്ടാക്കിയത്, മറിച്ച് ആരാണോ നേതാവ്, ഇന്നൊരു പാർട്ടി നാളൊരു പാർട്ടി, ഓനല്ല നേതാവ്, സ്ഥിരമായി ഒരു പാന്താവിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന, അതാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. അവിടെ ആ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരുപാട് അന്താളിപ്പുണ്ടായി. ചില ആളുകൾ പറഞ്ഞു നബി മരിച്ചിട്ടില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വിശ്വാസത്തോടു കൂടി അവിടെ എണീറ്റ് എന്ന് പറയാണ്, പ്രവാചകൻ മരിച്ചിട്ടുണ്ട്. നിങ്ങൾ മുഹമ്മദ് നബിയാണ് ആരാധിക്കുന്നെങ്കിൽ ആ മുഹമ്മദ് നബി മരിച്ചിട്ടുണ്ട്,
നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത്, ആ അള്ളാഹു ജീവിച്ചിരിക്കുന്നു എന്നതാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. അപ്പൊ നോക്കൂ, ആ വിശ്വാസം അത് സ്ഥിരമായി നമുക്കുണ്ടാവണം. ഏത് ദുർഘടഘട്ടങ്ങളും മഹാനായ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ മക്കായിലെ മുശ്രിക്കുകളെ തൻഈമിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തിന്? വധശിക്ഷയ്ക്ക്. അവിടെ വെച്ച് ആ മുശ്രിക്കുകൾ ചോദിക്കുകയാണ്, താങ്കളുടെ സ്ഥാനത്ത് താങ്കളുടെ നേതാവായ മുഹമ്മദ് നബിയെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നാൽ പിന്നെ താങ്കളെ ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരാം. അവിടെ വെച്ച് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് എന്റെ പ്രവാചകന്റെ കാലിന് ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല എന്ന് പ്രഖ്യാപിച്ച ആ വിശ്വാസത്തിന്റെ സ്ഥിരതയാണ്, ആ ഇസ്തിഖാമത്താണ് നമുക്ക് വേണ്ടത്. ഏത് ദുർഘടഘട്ടങ്ങളും മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആ മക്ക മുശ്രിക്കുകൾ മണലാരണ്യത്തിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ ചുട്ടു പൊള്ളുന്ന മണലാരണ്യത്തിൽ അല്ലാഹ് ആ സമയത്ത് പോലും നീ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് മാറിയാൽ നിന്നെ ഞങ്ങൾ ഈ രൂപത്തിൽ പീഡിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു അഹദ് അഹദ് എന്ന. നോക്കൂ നിങ്ങൾ, മരണം മുമ്പിൽ കണ്ടപ്പോൾ, മരണം മുന്നിൽ കാണുന്ന സമയത്ത് പോലും ഖുബൈബും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? ആ തൗഹീദിന്റെ ആ സ്ഥിരതയാണ്. എന്ത് പ്രയാസങ്ങൾ ലഭിച്ചാലും തൗഹീദിൽ നിന്ന് പോവാൻ പാടില്ല. അതാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. ഇത് ലഭിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് സഹോദരന്മാരെ ദുആ എന്ന് പറയുന്നത്. നമ്മൾ സ്ഥിരമായി ദുആ ചെയ്തു. ലൈസ ശൈഉൻ അക്റമ അലല്ലാഹ് മിന ദുആ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ദുആ അല്ലാതെ മറ്റൊരു കാര്യവുമില്ല എന്ന് അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, അറിയാതെ വന്നിട്ടുള്ള അബദ്ധങ്ങൾ, അതൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم كن لنا ولا تكن علينا، وانصرنا ولا تنصر علينا، وامكر لنا ولا تمكر علينا، واهدنا ويسر الهدى لنا. اللهم آمنا في أوطاننا وأدم نعمة الأمن والاستقرار في بلادنا. اللهم وفق أميرنا وولي عهده لهداك، واجعل أعمالهما في رضاك، وألبسهما ثوب الصحة والعافية والإيمان، واجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. وآخر دعوانا أن الحمد لله رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.